പാസ്പോർട്ട് പുതുക്കുമ്പോൾ പ്രവാസികൾ പ്രത്യേകമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ക്യാപിറ്റൽ ടിപ്സിൽ ഐഷ സക്കീർ. പാസ്പോർട്ട് സംബന്ധമായ ഇന്ത്യ ഗവൺമെന്റിന്റെ അറിയിപ്പുകൾ എന്തൊക്കെയാണ്? പാസ്പോർട്ട് സംബന്ധമായി ഇന്ത്യ ഗവൺമെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇപ്പോഴും നിലവിലുണ്ട്. കഴിഞ്ഞ വർഷം അവസാനത്തോടുകൂടി എല്ലാവരും തന്നെ അവരുടെ കൈയെഴുത്ത് പാസ്പോർട്ടുകൾ മാറ്റി ഇലക്ട്രോണിക് പാസ്പോർട്ട് ആക്കണം എന്നുള്ള വളരെ വ്യക്തമായൊരു നിർദ്ദേശം ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. ഇമിഗ്രേഷൻ സ്റ്റാമ്പ്, ഇമിഗ്രേഷൻ ക്ലിയറൻസ് തുടങ്ങിയ പ്രശ്നങ്ങളിൽ വളരെ സങ്കീർണമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കുക. എത്രയും പെട്ടെന്ന് തന്നെ കൈയെഴുത്ത് പാസ്പോർട്ടുകൾ മാറ്റി ഇലക്ട്രോണിക് പാസ്പോർട്ടുകൾ ആക്കുവാനുള്ള സംവിധാനം ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. ഇതാണ് പാസ്പോർട്ട് സംബന്ധമായി വളരെ പ്രധാനപ്പെട്ടതും ഇപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ പതിയേണ്ടതുമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. പാസ്പോർട്ട് പുതുക്കുന്നതിന് പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു പാസ്പോർട്ടിൽ 6 മാസം കാലാവധി ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം പലപ്പോഴും ശ്രദ്ധയിൽപ്പെടാറില്ല. നമുക്കറിയാം, നമ്മുടെ വിസ അടിക്കുന്നത് മിനിമം 6 മാസം കാലാവധിയുള്ള പാസ്പോർട്ടിലാണ്. ഇത് ശ്രദ്ധിക്കാതിരിക്കുകയും ഏതെങ്കിലും ഒരു പ്രത്യേക എമർജൻസി സാഹചര്യത്തിൽ വിസ അടിക്കുകയും ചെയ്യേണ്ടി വരുമ്പോൾ 6 മാസം കാലാവധിയില്ലാത്ത പാസ്പോർട്ടിൽ വിസ അടിക്കുകയില്ല. അത്യാവശ്യമായ ഒരു മരണത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യക്തിപരമായ ആവശ്യത്തിനോ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ പ്രശ്നം ഒരുപാട് പേരെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബിസിനസ് സംബന്ധിച്ച് നമുക്ക് വേറൊരു രാജ്യത്തിലേക്ക് യാത്ര പോകണം. അപ്പോഴും നമ്മുടെ രാജ്യത്തേക്കല്ലാതെ മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ വിസ കിട്ടണമെങ്കിലും നമ്മുടെ പാസ്പോർട്ടിൽ 6 മാസം കാലാവധി ഉണ്ടായിരിക്കണം. ചുരുക്കത്തിൽ 6 മാസം കാലാവധി എന്നതിന് കാത്തിരിക്കാതെ കൃത്യം 1 വർഷത്തിനകം തന്നെ പാസ്പോർട്ടുകൾ പുതുക്കാനുള്ള കൃത്യമായ ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മൾ സൂക്ഷിക്കുകയും അതിനനുസരിച്ച് പാസ്പോർട്ടുകൾ കൃത്യമായ സമയത്ത് പുതുക്കുകയും ചെയ്യേണ്ടതാണ്. പാസ്പോർട്ട് പുതുക്കുന്നതിനായി ആവശ്യമായ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? വളരെ ലളിതമായ നടപടിക്രമങ്ങളാണ് ഇതിനുള്ളത്. ഇതിന്റെ അപേക്ഷാ ഫോറം ഓൺലൈനിൽ ലഭ്യമാണ്. അതല്ല എങ്കിൽ എംബസിയിൽ നിന്നോ എംബസി ഏർപ്പെടുത്തിയിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്നോ നമുക്ക് ഇത് ലഭ്യമാകുന്നു. UAE-യിൽ നിന്നും എടുത്തിരിക്കുന്ന പാസ്പോർട്ടാണെങ്കിൽ 3 ഫോട്ടോസ്, അതല്ല നമ്മൾ ഇന്ത്യയിൽ നിന്നോ പുറത്തുനിന്നോ എടുത്തിരിക്കുന്ന പാസ്പോർട്ടാണെങ്കിൽ അത് പുതുക്കുന്നതിന് വേണ്ടിയിട്ട് 5 ഫോട്ടോഗ്രാഫ്സും, അത് അതിന്റെ സൈസ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ അടുത്ത സമയത്തായിട്ട് ആ ഫോട്ടോയുടെ സൈസും മാറ്റിയിട്ടുണ്ട്. 51 mm × 51 mm സൈസിലെ നമ്മുടെ ഫ്രണ്ട് വ്യൂ വളരെ വ്യക്തമായി കാണുന്ന, ചെവിയുടെ സൈഡ് ഉൾപ്പെടെ വ്യക്തമായി കാണുന്ന ലൈറ്റോ അല്ലെങ്കിൽ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോഗ്രാഫാണ് നമ്മൾ ഇതോടൊപ്പം സമർപ്പിക്കേണ്ടത്. പാസ്പോർട്ട് പുതുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിലവിലെ പാസ്പോർട്ടിലെ വിവരങ്ങൾ വളരെ കൃത്യമായി തെറ്റാതെ അതുപോലെ തന്നെ പുതിയ അപേക്ഷാ ഫോറത്തിലും സമർപ്പിക്കേണ്ടതാണ്. സാധാരണഗതിയിൽ പാസ്പോർട്ട് പുതുക്കി വാങ്ങുന്നതിന് 341 ദിർഹംസാണ് ഫീസായി ഇന്ത്യൻ എംബസിക്ക് നമ്മൾ കൊടുക്കേണ്ടത്. അതല്ല, അത്യാവശ്യമായി പാസ്പോർട്ട് പുതുക്കി കിട്ടണം എങ്കിൽ അതിന് 950 ദിർഹംസ്. ഇതിനെ നമുക്കെല്ലാം അറിയാം, തൽക്കാൽ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്.